ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ആദ്യമായിട്ടാണ് നമ്മളൊരു 100ന്റെ ലോങ് വീഡിയോ ഇടുന്നത്. ഇന്ന് 100 വെച്ചിട്ട് ജസ്റ്റ് ഒരു റൈഡ് പോകാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോകുന്നത്. നമുക്ക് ത്വാര എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പിന്നെ ഹെൽമെറ്റ് പോലെ അയച്ചു തന്നിക്കെ. അപ്പൊ പിന്നെ അതിന്റെ ഒരു നൈസായിട്ടുള്ള വീഡിയോ പിന്നെ നമ്മൾ 100നെ പറ്റിയിട്ടുള്ള കുറച്ച് നൈസായിട്ടുള്ള വീഡിയോ എടുക്കാതെ. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തൊക്കെയാണെന്ന് അറിയാലോ. ഞാൻ പിന്നെ ഫസ്റ്റ് ടൈം ആവേ. ഞാൻ മാത്രമല്ലുള്ളത്, അന്തോടനുണ്ട്, കണ്ണനുണ്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് പോകുന്നത്. ഓൾറെഡി നമ്മള് ഇതാണ് ഹെൽമെറ്റിന്റെ നൈസ് നല്ലൊരു വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ജാനേക്കാട്ടിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ അങ്ങോട്ടേക്ക്. അപ്പം ഇനി കണ്ണട എന്തായാലും മസ്റ്റാണ് ബിഗിലെ, കാരണം വെയിൽ അമ്മാതിരിയാണ്. അങ്ങനെ ഇതാ നമ്മൾ പുരയിൽ ഇറങ്ങി കുറച്ചൊന്ന് മുന്നോട്ടേക്ക് പോകാന്ന് കേട്ടോ. ഏകദേശം പന്തിരിക്കര ടൗണിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. എന്താണെന്ന് അറിയില്ല, ആൾക്കാരൊക്കെ നല്ലോണം കുറവായിരുന്നു റോഡിൽ. കറക്റ്റ് സ്ഥലം വരുന്നത് പന്തിരിക്കയാണ്. ഇനിയിപ്പോ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ അങ്ങോട്ട് പോയി നോക്കല്ലേ. പോകുമ്പോൾ നല്ലൊരു ഫീലിംഗ് കേട്ടോ. മനസ്സൊക്കെ ഭയങ്കര കൂളായിട്ട് കാമായിട്ട് നിൽക്കുകയാണ്, ഹാപ്പി ആയിട്ട് കേട്ടോ. എവിടെയെങ്കിലും ശരിക്കും ഇങ്ങനെയൊക്കെ റൈഡ് പോകണമല്ലേ. ഇനി നമുക്ക് ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നേരെ പെരിയണമൂഴി ഡാമിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. അവിടെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്. ഇനിയിപ്പോൾ ഈ ഒരു നട്ടുച്ച ആയിക്കാണോ എന്ന് അറിയൂല കേട്ടോ. ഇത് നമ്മുടെ പെരുവണ്ണമൂഴി ഡാമാണ്. ഇപ്പോൾ ഷട്ടർ ഓപ്പൺ അല്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സമയം നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനിയിത് നേരെ ജാനേക്കാട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് പോകാൻ കേട്ടോ. ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് നമുക്ക് ആന, അതേപോലെ തന്നെ കാട്ടി, അങ്ങനത്തെ ഐറ്റത്തിലൊക്കെ കാണാം കേട്ടോ. ഞാനാകെ ഇപ്പോൾ ഈ ഒരു നായ്ക്കുട്ടീനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതൊന്നും അവിടെ ഇല്ലായിരുന്നു. ഇത് ആനേൻ്റെ ബോർഡുള്ള ചിത്രമൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ്. പിന്നെ ഇവിടെ അവിടെ നിന്ന് നേരെ വണ്ടി തിരിച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അത് ഇപ്പുറത്തെ സൈഡിലുള്ള വേറൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്നൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല. ഇത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പപ്പേൻ്റെ വീട്ടിലോട്ടേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്, അടുത്തേക്കാണ് കേട്ടോ പോയത്. ഞാൻ അവിടെ പോയപ്പോൾ അമ്മച്ചൊന്നും അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു റോഡ് നിന്നാണ് എടുത്തത്. ജാനേക്കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. കാരണം എപ്പോഴാണ് ആനയും അതേപോലെ തന്നെ കാട്ടിയൊക്കെ വരാൻ വേണ്ടിയിട്ട് പറ്റുകയെന്ന് അറിയില്ല. അങ്ങനെ ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത്. ഹെൽമെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നൈസാണ് കേട്ടോ, ഭയങ്കര കംഫർട്ട്. ഇത് ഇടുന്ന സമയത്തൊക്കെ അങ്ങനെ നമ്മൾ സൂപ്പറായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ പോകാൻ കേട്ടോ. ഇതാണ് പപ്പാച്ചീൻ്റെ വീട്ടിലോട്ടേക്ക് പോകുന്ന ആ ഒരു വഴി കേട്ടോ. ചുറ്റും നിറച്ചും മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈഡ് പോകുന്നത് അതേപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള സ്പോട്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.